ദുബൈയിൽ അനധികൃത മസാജിംഗ് കേന്ദ്രങ്ങളുടെ കാർഡുകൾ അച്ചടിക്കുന്ന 4 പ്രസ്സുകൾ പോലീസ് അടച്ചുപൂട്ടി. സ്ഥാപനങ്ങളിലെ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത മസാജ് സെന്ററുകളുടെ നമ്പറുകളിൽ വിളിക്കുന്നത് അപകടമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ദുബൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി മസാജ് സെന്ററുകളുടെ കാർഡുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന 4 പ്രസ്സുകളാണ് പോലീസ് അടപ്പിച്ചത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും പോലീസ് പറഞ്ഞു. മസാജ് കാർഡുകളുടെ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടരുതെന്നും അനധികൃത കേന്ദ്രങ്ങളിലെത്തുന്നവർ കൊള്ളയടിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. മസാജ് കാർഡുകളുമായി ബന്ധപ്പെട്ട മോശമായ രീതികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. മോശം പ്രവണതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ടോൾ ഫ്രീ നമ്പറായ 901 ദുബൈ പോലീസ് ആപ്പിലെ പോലീസ് ഐ സംവിധാനം വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്ന് പോലീസ് അറിയിച്ചു. മീഡിയ 1 ദുബായ്. ദോഹ ഹമദ് വിമാനത്താവളത്തിൽ ഇനി ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ സേവനവും. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ഓട്ടോണമസ് വാഹനങ്ങൾ ഏർപ്പെടുത്താനുള്ള പരീക്ഷണ യാത്രകൾ ആരംഭിച്ചു. ഓട്ടോണമസ് ബസ്, ഓട്ടോണമസ് ബാഗേജ് ട്രാക്ടർ എന്നിവയുൾപ്പെടെയുള്ള ഓട്ടോണമസ് വാഹനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോ വാഹനങ്ങൾ വിമാനത്താവളത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. ഖത്തർ ഏവിയേഷൻ സർവീസസ്, എയർപോർട്ട് ഓപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് കമ്പനിയായ മത്താർ, ഖത്തർ ഫൗണ്ടേഷൻ അംഗമായ ഖത്തർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് എന്നിവയുമായി സഹകരിച്ചാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏറ്റവും പുതിയ ഓട്ടോണമസ് ഗതാഗത സംവിധാനം നടപ്പിലാക്കുക. കാര്യക്ഷമത, സുരക്ഷ, സുസ്ഥിരത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ നൂതന സംരംഭമെന്ന് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവള ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഹമദ് അലി അൽ ഖാദിർ പറഞ്ഞു. മീഡിയ 1 ദോഹ. 64ാമത് കുവൈറ്റ് ദേശീയ ദിനവും 34ാമത് വിമോചന ദിനവും വിവിധ രാജ്യങ്ങളിലുള്ള കുവൈറ്റ് എംബസികൾ ആഘോഷിച്ചു. സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ്, ബ്രൂണൈ, ഇറ്റലി, ലബനോൻ, അൾജീരിയ, ജർമ്മനി, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലെ കുവൈറ്റ് എംബസികളാണ് ആഘോഷം സംഘടിപ്പിച്ചത്. സ്വിറ്റ്സർലൻഡിൽ നടന്ന പരിപാടിക്ക് യുഎന്നിലെ കുവൈറ്റ് സ്ഥിരം പ്രതിനിധി നാസർ അൽ ഹയാൻ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള കുവൈത്തിന്റെ പിന്തുണ ആവർത്തിച്ച അദ്ദേഹം 148 രാജ്യങ്ങൾക്ക് കുവൈത്ത് ഫണ്ട് ഫോർ അറബ് എക്കണോമിക് ഡെവലപ്മെന്റ് വഴി മാനുഷിക സഹായങ്ങൾ നൽകിയതായും അറിയിച്ചു. അവധിക്കാല യാത്രകൾ കഴിഞ്ഞ് യാത്രക്കാരും കുറഞ്ഞതോടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകളുമായി വിമാന കമ്പനികൾ. കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ ഒമാനിൽ നിന്നുള്ള സർവീസുകൾക്ക് നിലവിൽ സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണുള്ളത്. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 24.99 റിയാലിന് വരെ ടിക്കറ്റുകൾ ലഭ്യമാണ്. സലാം എയറും എയർ ഇന്ത്യ എക്സ്പ്രസും മുതൽ ഒമാൻ എയർ വരെ കുറഞ്ഞ നിരക്കുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സലാം എയറിൽ വരുന്ന ദിവസങ്ങളിൽ 24.99 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. 5 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമാണ് ഇതിൽ അനുവദിക്കുക. എന്നാൽ 7 കിലോ ഹാൻഡ് ബാഗും 20 കിലോ ബാഗേജും അനുവദിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് 27.4 റിയാലാണ് വെബ്സൈറ്റ് നൽകിയിരിക്കുന്ന ടിക്കറ്റ് നിരക്ക്. കൊച്ചിയിലേക്ക് 29.2 റിയാലും തിരുവനന്തപുരത്തേക്ക് 36.228 റിയാലും കണ്ണൂരിലേക്ക് 35.8 റിയാലുമാണ് നിരക്കുകൾ. ഇൻഡിഗോയും സർവീസുള്ള സെക്ടറുകളിൽ സമാന നിരക്കുകളിൽ ടിക്കറ്റ് ലഭിക്കും. ഒമാൻ എയർ നിരക്കിലും നേരിയ തുക മാത്രമാണ് അധികമുള്ളത്. കേരള സെക്ടറുകളിലേക്ക് കൂടുതൽ ബജറ്റ് വിമാനങ്ങൾ ലഭ്യമായത് ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കിയിട്ടുണ്ട്. കൂടുതൽ സർവീസുകൾ ഉള്ളതിനാൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ലഭ്യമാക്കി യാത്രക്കാരെ ആകർഷിക്കാൻ വിമാന കമ്പനികളും ശ്രമിക്കുന്നുണ്ട്. ബജറ്റ് എയർലൈനുകൾ നൽകി വരുന്ന നിരക്ക് കുറഞ്ഞ ടിക്കറ്റുകൾ വരും ആഴ്ചകളിലും തുടർന്നേക്കും. മീഡിയ 1 മസ്കത്ത്. ആഡംബര യൂട്ടുകളിലെ ജീവനക്കാർക്ക് ദുബൈ മൾട്ടിപ്പിൾ എൻട്രി വീസ പ്രഖ്യാപിച്ചു. 6 മാസത്തെ കാലാവധിയുള്ള വീസയാണ് ജീവനക്കാർക്ക് നൽകുക. ദുബൈ അന്താരാഷ്ട്ര ബോട്ട് ഷോയിൽ GDRFA അധികൃതരാണ് പ്രഖ്യാപനം നടത്തിയത്. ആഡംബര യോട്ടുകളുടെ ക്രൂ അംഗങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ UAE വരാൻ സൗകര്യമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് പലവട്ടം ദുബൈയിൽ പ്രവേശിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ നൽകുന്നതെന്ന് GDRFA അധികൃതർ പറഞ്ഞു. വിസ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ദുബൈ ഹാർബറിൽ നടക്കുന്ന ബോട്ട് ഷോയിൽ ലഭ്യമാക്കും. ആഡംബര ബോട്ട് ഉടമകളുടെ എൻട്രി എക്സിറ്റുകൾ തടസ്സരഹിതമാക്കാൻ ലക്ഷ്യമിട്ട് മൊബൈൽ മറീന എന്ന സംവിധാനത്തിനും GDRFA തുടക്കമിട്ടിട്ടുണ്ട്. ദുബൈയുടെ മറീനകളിൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തെ ഇതിനായി നിയോഗിക്കും. യോട്ട് ഉടമകൾക്ക് 30 സെക്കൻഡിനകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ ഇതിലൂടെ സാധിക്കും. മീഡിയ 1 ദുബായ്. കുവൈറ്റ് കായിക ദിന പരിപാടിയിൽ വൻ പങ്കാളിത്തം. ഷെയ്ഖ് ജാബിർ പാലത്തിൽ നടന്ന സ്പോർട്സ് ഡേയിൽ സ്വദേശികളും മലയാളികളും അടക്കം 21,000 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. വാർത്താവിനിമയ മന്ത്രിയും യുവജനകാര്യ സഹമന്ത്രിയുമായ അബ്ദുൾ റഹ്മാൻ അൽ മുത്തൈരി മത്സരം ഉദ്ഘാടനം ചെയ്തു. 5 കിലോമീറ്റർ നടത്തം, 20 കിലോമീറ്റർ ബൈക്ക് റേസ്, മറ്റ് വിനോദ പരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. കുവൈറ്റ് ഒളിമ്പിക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ നിരവധി കായിക പരിപാടികൾ കൂടി സംഘടിപ്പിക്കും.
കുവൈത്തിൽ ഗതാഗത വകുപ്പിന്റെ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം. ഫോർത്ത് റിംഗ് റോഡിൽ നിന്ന് ഹവലിയിലേക്കുള്ള സബ് എക്സിറ്റ് അടച്ചിടും. ഫോർത്ത് റിംഗ് റോഡും മഗ്രിബ് റോഡും തമ്മിലുള്ള ഇന്റർസെക്ഷനിൽ 4ാം ഘട്ട അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതായി ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. സാൽമിയയിൽ നിന്ന് ഷുവൈക്കിലേക്ക് വരുന്ന യാത്രക്കാരും മഗ്രിബ് എക്സ്പ്രസ് വേ വഴി കുവൈറ്റ് സിറ്റിയിലേക്ക് പോകുന്നവരും മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. തിരികെ വാർത്തകളിലേക്ക്. ബഹ്റൈനിലെ റോഡുകളിൽ ഇനി റെഡ് സിഗ്നൽ ലംഘിച്ച് അപകടമുണ്ടാക്കുന്നവർക്ക് കടുത്ത ശിക്ഷ. നിയമലംഘകർക്ക് 6000 ദിനാർ വരെ പിഴയും 2 വർഷം വരെ തടവും ലഭിക്കും. ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെയുള്ള കർശന നടപടികളുടെ ഭാഗമായാണ് ഗതാഗത മന്ത്രാലയം ശിക്ഷ കടുപ്പിച്ചത്. ഗൾഫ് മേഖലയിൽ വീശുന്ന തണുപ്പ് കാറ്റ് കുവൈത്തിനെ സാരമായി ബാധിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ്, ജോർദാൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അതിശൈത്യ തരംഗങ്ങൾ വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാലാവസ്ഥാ പ്രതിഭാസം ഉണ്ടാകുന്നത്. നാളെ ഉച്ചതിരിഞ്ഞ് താപനില കുറയുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ നിരീക്ഷകൻ ഇസാ റമദാൻ പറഞ്ഞു. മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കുവൈത്തിലെ ഹവലിയിൽ നിയമം ലംഘിച്ച 22 വാണിജ്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. പരിശോധനാ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്ന് മന്ത്രാലയത്തിലെ വാണിജ്യ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ഫൈസൽ അൽ അൻസാരി അറിയിച്ചു. പണമിടപാട് നിരോധിക്കുന്ന മന്ത്രിതല ചട്ടങ്ങൾ ലംഘിച്ചതിനാൽ 7 ഗാർഹിക തൊഴിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകളും അടച്ചുപൂട്ടി. ഇലക്ട്രോണിക് പേയ്മെന്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഓഫീസുകൾ പണമിടയ്ക്കൽ നേരിട്ട് സ്വീകരിച്ചതായി പരിശോധനയിൽ കണ്ടെത്തി. കുവൈത്തിൽ പോലീസ് പരിശോധനയ്ക്കിടെ വാഹനത്തിൽ മദ്യവുമായി എത്തിയ പ്രതിയെ പിടികൂടി. വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടുകയായിരുന്നു. അബു ഖലീഫ ഏരിയയിലാണ് സംഭവമുണ്ടായത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. വാഹന പരിശോധനയിൽ മദ്യം അടങ്ങിയിട്ടുണ്ടെന്ന് സംശയിക്കുന്ന കുപ്പികൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഒമാനിലെ നോർത്ത് ഷർഹിയ ഗവർണറേറ്റിലെ ബിദിയ വിലായത്തിൽ വാഹനം കത്തിയമർന്നു. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി, അഗ്നിശമന സേനാംഗങ്ങൾ വേഗത്തിലെത്തി തീയണച്ചു. കാർ തീപിടിക്കാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. കുവൈത്തിലെ അബ്ദുലി പോർട്ടിൽ 100 പെട്ടി സിഗരറ്റുമായി പ്രവാസി പിടിയിൽ. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടിയത്. സിഗരറ്റുകൾ വ്യക്തിഗത ഉപയോഗത്തിനുള്ളതാണെന്ന് പ്രതി അവകാശപ്പെട്ടെങ്കിലും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സിഗരറ്റ് കണ്ടുകെട്ടി. സൗദി അറേബ്യയിലെ മദീന പ്രവിശ്യയിൽ പ്രധാനപ്പെട്ട ഒരു കൃഷിസ്ഥലമാണ് യാൻബു അൽ നഖൽ. അവിടെ നാട്ടുകാരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന അതിമനോഹരമായൊരു പ്രകൃതി വിസ്മയമുണ്ട്. അതാണ് മൂൺഹിൽ. ജബൽ അബു ഖറാത്തിൽ എന്നാണ് ഈ പ്രദേശം സ്വദേശികളുടെ ഇടയിൽ അറിയപ്പെടുന്നത്. കുടുംബവും കൂട്ടുകാരുമൊത്ത് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരിടം. കുന്നിന്റെ മുകളിൽ നിന്നുള്ള വിശാലമായ കാഴ്ചകളാണ് ഹൈലൈറ്റ്. പ്രകൃതി സ്നേഹികളും സാഹസിക യാത്രികരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടമാണിത്. ഹൈക്കിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും മറ്റുമായി ധാരാളം സന്ദർശകർ ഇവിടെ എത്തുന്നു. വൈകുന്നേരമാകുന്നതോടെ മൂൺഹിൽ കൂടുതൽ വർണ്ണാഭമാകും. സൗദി ഗവൺമെന്റ് ഈ പ്രദേശത്ത് പരിസ്ഥിതി സൗഹൃദ ടൂറിസം സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു. ഷാർജയിൽ ഭിന്നശേഷിക്കാരായ കുരുന്നുകൾ പഠിക്കുന്ന അൽ ഇബ്തിസാമ സ്കൂളിന്റെ ചുമരുകൾ ഇനി കുട്ടികളോട് വർണ്ണശബളമായ കഥകൾ പറയും. 60-ലേറെ കലാകാരന്മാർ ഒത്തുചേർന്ന് സ്കൂളിലെ ചുവരുകൾ കുട്ടികൾക്ക് ആവേശം പകർന്ന ചിത്രങ്ങൾ വരച്ചു ചേർത്ത് മനോഹരമാക്കി. ലേറെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഷാർജയിലെ അൽ ഇബ്തിസാമ സ്കൂളിന്റെ ചുവരുകൾ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് വർണ്ണാഭമാക്കുകയാണ്. കളർഫുൾ കമ്മ്യൂണിറ്റീസ് എന്ന പേരിലാണ് ഈ കലാകാരന്മാർ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ചുമരുകളിൽ ഈ മനോഹര ചിത്രങ്ങൾക്ക് നിറം പകരുന്നത്. അൽ ഇബ്തിസാമ സ്കൂളിലെ വിദ്യാർത്ഥികൾ കൈപ്പത്തി കൊണ്ട് ചുമരിൽ വർണ്ണം ചാർത്തി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടുത്തെ കുട്ടികൾക്ക് നൽകുന്ന ഹോളിസ്റ്റിക് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഈ ചുമർ ചിത്രങ്ങൾ.
നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് വേണ്ടത്. ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, കൾച്ചറൽ, അക്കാഡമിക്കൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൊളാബറേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കൊളാബറേഷൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വരുമ്പോൾ അവരുടെ ഈ പറഞ്ഞ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ലൂടെ അവരെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അവൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ പറയുന്ന 18 ചിത്രങ്ങൾ. അവരിൽ ഭിന്നശേഷിക്കാർ പരിമിതികളെ അതിജീവിച്ച് ജീവിത വിജയം നേടുന്നതുവരെയുള്ള കഥകൾ ഈ ചിത്രങ്ങൾ ഇനി ദിവസവും കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ദുബായ് അമിറ്റി യൂണിവേഴ്സിറ്റിയിലെ ആർക്കിടെക്ചർ ആൻഡ് ഇന്റീരിയർ ഡിസൈനിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് മാസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്തത്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളടക്കം 60ഓളം പേർ ചിത്രങ്ങൾ പെയിന്റ് ചെയ്യാൻ സ്കൂളിലെത്തി. ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനാണ് ഇത് ഓഗസ്റ്റിൽ തുടങ്ങിയത് വിത്ത് സ്കൂൾ ആൻഡ് PPG. കുറേ തീംസ് വന്നിരുന്നു. അതിനകത്ത് വി വാണ്ട് ടു ഡു സംതിങ് വേർ ദ കിഡ്സ് ആർ ദ മെയിൻ, ദ വൺസ് ഹു ആർ ദ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഇറ്റ്സ് ഫോർ ദെം. So the art doesn't end as a infill wall. The art is something which adds meaning into the day-to-day life. അമേരിക്കൻ പെയിന്റ് കമ്പനിയായ PPG ചിത്രങ്ങൾക്ക് നിറം പകരാനുള്ള പെയിന്റുകൾ എത്തിച്ചു. To giving back to society, not only to produce and sell the paint, but then giving back. And this school is very, very special, unique, and you can see today the drawings are fantastic. They are really beautiful, and every drawing has a meaning. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കീഴിലാണ് ഭിന്നശേഷിക്കാർക്കായുള്ള അൽ-ഇബ്തിസാമ സ്കൂൾ പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികളുടെ മാനസിക വളർച്ചയ്ക്കും മുന്നേറ്റത്തിനുമായി വ്യത്യസ്തമായ ആശയങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് ചുമർ ചിത്രരചനയെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അറ്റ് പ്രസൻറ്റ് 85ഓളം കുട്ടികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഈ നിശ്ചിതമായ കുട്ടികൾക്ക് വേണ്ടി മ്യൂസിക് തെറാപ്പി പഠിക്കുന്നുണ്ട്. മ്യൂസിക്കുകളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടായി ചെയ്ത് അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ പല ഇനിഷ്യേറ്റീവ്സും അതിൽ ഏറ്റവും ഒന്നാണ് ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. ചിത്രം വരയ്ക്കുന്നവർക്ക് ആവേശം പകരാൻ സ്കൂളിൽ മ്യൂസിക് തെറാപ്പി സേവനം നൽകുന്ന ഗായക സംഘവും രംഗത്തുണ്ടായിരുന്നു. ഈ മാസം 28-ന് ചുമരിൽ വരച്ച ചിത്രങ്ങൾ ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്യും. ഷാർജയിലെ അൽ-ഇബ്തിസാമ സ്കൂളിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1. റമദാൻ മാസത്തിൽ ഇമാമുമാർ, മതപ്രഭാഷകർ, മുഅദ്ദിനുകൾ എന്നിവർക്ക് അവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇത് സംബന്ധിച്ച സർക്കുലർ ഒഖാഫ് മന്ത്രാലയം പുറത്തിറക്കി. റമദാനിലെ അവസാന 10 ദിവസങ്ങളിൽ പള്ളികളിൽ ഇവരുടെ സാന്നിധ്യം അത്യാവശ്യമായതിനാലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. റമദാനിലെ ആദ്യ 19 ദിവസങ്ങളിൽ അവധി പരമാവധി 4 ദിവസമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ബഹ്റൈനിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാർക്ക് 3 ദിവസത്തെ പിതൃത്വ അവധി അനുവദിക്കണമെന്ന ആവശ്യമുയർന്നു. പാർലമെന്റിൽ ചില എംപിമാരാണ് നിർദ്ദേശം അവതരിപ്പിച്ചത്. ചൊവ്വാഴ്ച നടക്കുന്ന പ്രതിവാര പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വോട്ടെടുപ്പും ചർച്ചയും നടക്കും. സൗദി തൊഴിൽ നൈപുണ്യ പരീക്ഷാ കേന്ദ്രം കേരളത്തിൽ അനുവദിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തുമെന്ന് വടകര MP ഷാഫി പറമ്പിൽ. സൗദിയിലെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് സൗദിയിൽ തന്നെ ഉന്നത പഠന സൗകര്യമൊരുക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. സൗദിയിലെ വിദേശ സർവകലാശാല നിയമത്തിലെ മാറ്റം ഇന്ത്യൻ സർവകലാശാലകളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി സന്ദർശനത്തിന്റെ ഭാഗമായി ദമാമിൽ എത്തിയതായിരുന്നു വടകര MP ഷാഫി പറമ്പിൽ. OICC അൽക്കോബർ ഘടകം സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ ഷാഫി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവാസ ലോകത്തേക്ക്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണ്. പക്ഷെ അവിടെ ഒരു സെൻറ്റർ ഇല്ലാത്തത് അവർക്ക് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കും ഡൽഹിയിലേക്കും ഒരേ ദൂരമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സെൻറ്റർ കേരളത്തിൽ തന്നെ അനുവദിക്കുന്നതായിരിക്കും ഉചിതം. അക്കാര്യം നിർബന്ധമായിട്ടും ആവശ്യപ്പെടും. സൗദിയിലെ പ്രവാസികളായ വിദ്യാർത്ഥികളുടെ ഉന്നത പഠന സൗകര്യത്തിൽ ഇടപെടൽ നടത്തും. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ സെന്ററുകൾ തുറക്കാൻ സാധ്യമായത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് പരിശോധിക്കാൻ പ്രതിപക്ഷ നേതാവും MLA-മാരും വഴി സഭയ്ക്കകത്തും 3 ജനപ്രതിനിധി എന്നുള്ള നിലക്ക് യൂണിവേഴ്സിറ്റികളുമായി ഡയറക്റ്റ് കോൺടാക്റ്റും ഇക്കാര്യത്തിൽ വെച്ച് പുലർത്തും. കണ്ണൂർ വിമാനത്താവള വികസനത്തെ തടയുന്നത് ലോബിയിങ് ആണ്. കേന്ദ്രമന്ത്രി തന്നെ ഇത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ലോബിയിങ് ആണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏവിയേഷൻ മിനിസ്റ്റർക്ക് അത് മാറ്റണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള കുറച്ച് എയർപോർട്ടുകൾക്ക് പുതിയ പോയിന്റ് ഓഫ് കോൾ, ഒരു പീരീഡ് ഓഫ് ടൈമിന് ഇത്ര വർഷത്തേക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ കാര്യങ്ങളൊന്ന് പരിശോധിക്കണം എന്ന തരത്തിലുള്ള വാക്കുകളാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. വിമാനയാത്രാ നിരക്ക് ഏകീകരണം ശ്രമങ്ങൾ തുടരും. ഈ കസ്റ്റമേഴ്സിന് പ്രാധാന്യം കൊടുക്കാതെ കമ്പനികളുടെ നിലനിൽപ്പിന് വേണ്ടി സീറ്റ് ഷെയറിംഗിൽ ഉൾപ്പെടെ
ബലംപിടുത്തം പിടിക്കുന്നതിൻ്റെ ഒരു ഗുണവും നാട്ടിലെ പ്രവാസിക്കോ പിന്നെ ഇതിൻ്റെ ഫ്ലയേഴ്സിനോ ട്രാവലേഴ്സിനോ വരുന്നില്ല. അപ്പോൾ അതുൾപ്പെടെ പുനഃപരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ് റെസൊല്യൂഷൻ്റെ ബാക്കി കാര്യങ്ങളിൽ ഞങ്ങൾ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. പ്രവാസി വെൽഫെയർ ദാമാം റീജിയണൽ കമ്മിറ്റി വെൽഫെയർ വിഭാഗം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദാമാം കിങ് ഫഹദ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ 200ഓളം പേർ പങ്കാളികളായി. ആശുപത്രി അധികൃതർ അടിയന്തരാവശ്യം അറിയിച്ചതിനെ തുടർന്നാണ് ക്യാമ്പ് ഒരുക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. കിങ് ഫഹദ് ആശുപത്രി മെഡിക്കൽ വിഭാഗം തലവൻ അഹമ്മദ് സാലി മൻസൂർ, ഡോക്ടർ ഉസാമ അൽഗാന്തി, പ്രവാസി റീജിയണൽ പ്രസിഡന്റ് അബ്ദുറഹീം തിരൂർക്കാട്, ജനറൽ സെക്രട്ടറി ബിജു പൂതക്കുളം, ഉബൈദ് മണാട്ടിൽ, വെൽഫെയർ വിഭാഗം കൺവീനർ സലീം കണ്ണൂർ എന്നിവർ സംബന്ധിച്ചു. സാബിക് കെയും ഫൈസൽ കുറ്റ്യാടി എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റ് KMCC മതകാര്യ സമിതി അഹ്ലൻ വ സഹ്ലൻ യാ ഷഹറു റമദാൻ പരിപാടി സംഘടിപ്പിച്ചു. ദജീജ് മെട്രോ ഹാളിൽ നടന്ന പരിപാടിയിൽ ഇക്ബാൽ മാവിലാടം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ റഹ്മാൻ ഫെസി നിലമ്പൂർ, അഷ്റഫ് ഏകരൂർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. CH സെന്റർ ഫണ്ട് സമാഹരണം മെട്രോ മെഡിക്കൽ ചെയർമാൻ ഹംസ പയ്യന്നൂർ നാസർ അൽ മഷ്ഹൂർ തങ്ങൾക്ക് നൽകി നിർവഹിച്ചു. സാബിത് ചെമ്പിലോട്, യഹ്യ ഖാൻ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റിയാദിലെ കോഴിക്കോട് നിവാസികളുടെ കൂട്ടായ്മയായ കോഴിക്കോടൻസിന്റെ നേതൃത്വത്തിൽ സൗദി സ്ഥാപക ദിനം ആഘോഷിച്ചു. ബധ നാഷണൽ മ്യൂസിയം പാർക്കിൽ നടത്തിയ ആഘോഷ പരിപാടികൾക്ക് വനിതാ വിംഗ് നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി ഷാലിമാർ റാഫിയുടെ നേതൃത്വത്തിൽ മെട്രോ പഠനയാത്ര സംഘടിപ്പിച്ചു. ഫിജന കബീർ, സജിറ ഹർഷദ്, സുമിത മൊഹ്യുദ്ദീൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സൗദി സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സൗദി ലുലു ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച വാക്കത്തോൺ സമാപിച്ചു. അൽഖോബാർ കോർണിഷിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. രാജ്യത്തിന്റെ സുസ്ഥിര വികസനം എന്ന ആശയമുയർത്തിയാണ് ഇത്തവണത്തെ മത്സരം സംഘടിപ്പിച്ചത്. സൗദി ഫൗണ്ടിംഗ് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു വാക്കത്തോൺ. അൽഖോബാറിലെ ന്യൂ കോർണിഷിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് നിരവധി ആളുകളാണ്. കായിക മന്ത്രാലയത്തിന്റെയും അൽഖോബാർ മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. കായിക മന്ത്രാലയ പ്രതിനിധി താരിഖ് അൽ ഖഥാനി വാക്കത്തോണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരമ്പരാഗത അറബിക് നൃത്തമായ അർദ, സീഷോ, സ്വേപ്പുൾ ഡാൻസ് എന്നിവ വാക്കത്തോണിന് നിറമേകി. സൗദി റെഡ് ക്രസന്റ് അതോറിറ്റി, RPM എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയത്. ഫുട്ബോൾ ക്ലബ്ബായ അൽ ഖദ്സിയയും പരിപാടിയുടെ ഭാഗമായി. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സൗജന്യ കിറ്റും സമ്മാനിച്ചു. വിവിധ മത്സരങ്ങളിൽ നിന്നായി തെരഞ്ഞെടുത്തവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിന്റെ ഭാഗമായി. ലുലു സൗദി ഡയറക്ടർ ഷെഹി മുഹമ്മദ് അഹമ്മദ് അബ്ദുൽ ജലീൽ കുബുഷെയ്ത്ത്, സെയ്ദ് അൽ സുബൈ, മൊയ്സ് നൂറുദ്ദീൻ, ഹാത്തിം മുസ്തൻസീർ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. മീഡിയ 1, ദമ്മാം. ഖത്തറിലെ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ എഞ്ചിനീയേഴ്സ് ഫോറം അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചു. വിവിധ കായിക ഇനങ്ങളിലായി 600ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം 1ാം സ്ഥാനം കരസ്ഥമാക്കി. MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം 2ാം സ്ഥാനവും വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് 3ാം സ്ഥാനവും നേടി. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ D. ശംഖ്പാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയേഴ്സ് ഫോറം പ്രസിഡന്റ് സലീം അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സാക്കിർ ഹുസൈൻ സ്വാഗതം പറഞ്ഞു. പ്രവാസി വയനാട് ഒമാൻ കൂട്ടായ്മയുടെ പ്രഥമ കുടുംബ സംഗമം ബർക്കയിൽ വെച്ച് നടന്നു. ചെയർമാൻ ലിനു ശ്രീനിവാസ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വയനാട്ടുകാരായ 300ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. സംഗമത്തിന്റെ ഭാഗമായി കലാകായിക പരിപാടികളും സംഘടിപ്പിച്ചു. പരിപാടിയുടെ പ്രധാന ആകർഷണം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വടംവലിയായിരുന്നു. ഫൈസൽ കൊട്ടേക്കാരൻ, ഷാജി ജോസഫ്, മിഥുൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി റിയാദ് ചാപ്റ്ററിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. റിയാദ് ഉമ്മുൽ ഹമാൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടകനായി. ചടങ്ങിന്റെ ഭാഗമായി ഗാനമേളയടക്കം വിവിധ കലാപരിപാടികളും അരങ്ങേറി. നിബിൽ, റാഷിദ്, TP മുസ്തഫ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. കേരള മാപ്പിള കലാ അക്കാദമി മസ്കത്ത് ചാപ്റ്റർ കുടുംബസംഗമം സീബിൽ നടന്നു. കോൽക്കളി പരിശീലകനായ നാസർ കണ്ടിയലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ കോൽക്കളി ടീമിന്റെ അരങ്ങേറ്റവും ഉണ്ടായി. കോൽക്കളി ഗുരുക്കൾക്കുള്ള ക്യാഷ് അവാർഡും മെമന്റോയും അലി മൊഗ്രാലും അഷ്കർ പട്ടാമ്പിയും നൽകി. സംഗമം പറമ്പത്ത് അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സിദ്ദീഖ് മങ്കട മുഖ്യപ്രഭാഷണം നടത്തി. ഫൈസൽ വാണിമേൽ, നൌഷാദ് കാക്കേരി, നിസാം അണിയാരം തുടങ്ങിയവർ സംസാരിച്ചു.
ഒമാനിലെ മികച്ച പാചക വിദഗ്ധരെ കണ്ടെത്താൻ ഗൾഫ് മാധ്യമം ബി ഫ്രണ്ട് സംഘടിപ്പിച്ച ദം ദം ബിരിയാണി ഫെസ്റ്റിൽ കിരീടം ചൂടി കണ്ണൂർ സ്വദേശി റഹ്മത്ത് ഇക്ബാൽ. 15 മത്സരാർത്ഥികൾ പങ്കെടുത്ത വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിനൊടുവിലാണ് ഒമാനിലെ പ്രഥമ ദം സ്റ്റാർ കിരീടം റഹ്മത്ത് നേടിയത്. മത്സരത്തിന് മാറ്റുകൂട്ടാനായി അക്ബർ ഖാൻ, ദാന റാസിഖ് എന്നിവരുടെ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. മസ്കത്തിലെ ബൌഷർ ഫുട്ബോൾ ക്ലബ് സ്റ്റേഡിയത്തിൽ ആ 15 പേർ ഫൈനൽ പോരാട്ടത്തിന് സെറ്റായി. ലൈവായി ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാൻ സ്റ്റേഡിയത്തിലേക്ക് കാണികളും ഒഴുകി. മത്സരത്തിനുള്ള വിസിൽ മുഴങ്ങിയതോടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഒരുക്കിയിടത്തേക്ക് അതിവേഗത്തിൽ മത്സരാർത്ഥികൾ നീങ്ങി. ആവശ്യത്തിനുള്ളതെടുത്ത് പാത്രത്തിൽ നിറച്ച് പാചകത്തിന് തുടക്കമായി. രണ്ടു മണിക്കൂർ നീണ്ട പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ഒമാന്റെ പ്രഥമ ദം സ്റ്റാർ കിരീടം നേടിയെടുത്തത് കണ്ണൂർ സ്വദേശിയായ റഹ്മത്ത് ഇക്ബാൽ. ഇല്ല, വിജയിക്കൊന്നും തോന്നിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 15 പേര് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഈ നമ്മളെ പാത്രവും ഇതെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലത്തെ അല്ലല്ലോ, ഇവിടുന്ന് ഉണ്ടാക്കുന്ന പോലെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ വലിയ ഷെഫുമാരെ കൂടെ പങ്കെടുത്തതിൽ ഭയങ്കര സന്തോഷം. പ്രമുഖ പാചക വിദഗ്ധരായ ആബിദ റഷീദ്, സൈനബ് യൂസഫ്, അവതാരകൻ രാജ് കലേഷ് തുടങ്ങിയ ജൂറി പാനലാണ് വിധി നിർണയിച്ചത്. അന്തിമ വിധികളിലേക്ക് എത്തിച്ചേരാൻ ഏറെ പ്രയാസപ്പെട്ടെന്നും പലരും നേരിയ മാർക്കിന്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് പോയതെന്നും ജഡ്ജിംഗ് കമ്മിറ്റി വിലയിരുത്തി. അക്ബർ ഖാന്റെയും ദാന റാസിഖിന്റെയും സംഗീത വിരുന്നും പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അഫ്സൽ അഹമ്മദ്, സുനീത ബീവി, അഫ്സൽ അസീസ്, അബ്ദുസലാം, സുരയ്യ സമീർ, ഷംസുദ്ദീൻ, TV ഷബീർ, ഇജാസ് എന്നിവർ കൈമാറി. മീഡിയ 1, മസ്കത്ത്. റമദാൻ മാസത്തിൽ അവശ്യ വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കില്ല എന്നും നിലവിലുള്ള സ്ഥിരനിരക്കിൽ തന്നെ വിൽപ്പന തുടരുമെന്നും ബഹ്റൈനിലെ വ്യാപാരികളുടെ ഉറപ്പ്. 200-ലധികം വ്യാപാരികൾ ഈ തീരുമാനത്തിന് പിന്തുണ അറിയിച്ചതായി അധികൃതർ വ്യക്തമാക്കി. റമദാനിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്ക് ഉറപ്പുവരുത്താനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. വിവിധ സൂപ്പർ മാർക്കറ്റുകളും റീറ്റെയിൽ സ്ഥാപനങ്ങളും പ്രത്യേക ഓഫറുകളും വിലക്കിഴിവുകളും പ്രഖ്യാപിച്ചതായും ബഹ്റൈൻ ചേംബറിന്റെ ഭക്ഷ്യവകുപ്പ് ചെയർമാൻ ഖാലിദ് അൽ-അമീൻ വ്യക്തമാക്കി. രാജ്യത്തെ ഹൈപ്പർ മാർക്കറ്റുകളുടെയും വിൽപ്പനശാലകളുടെയും മേധാവികളെ പങ്കെടുപ്പിച്ച് റമദാനിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴങ്ങൾ, പച്ചക്കറി, മാംസം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനായി സിറിയ, സൗദി, ജോർദാൻ, ഈജിപ്ത്, ലബനാൻ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. ഭക്ഷണ സാധനങ്ങളുടെയോ മറ്റ് അവശ്യ വസ്തുക്കളുടെയോ പൂഴ്ത്തിവെപ്പ് തടയുമെന്നും ഉൽപ്പന്നങ്ങളുടെ വില കൃത്രിമമായി വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടപടികൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈനിൽ വോയിസ് ഓഫ് ആലപ്പി സൗജന്യ മെഡിക്കൽ ക്യാമ്പും റിഫ ഏരിയ പ്രവർത്തനോദ്ഘാടനവും സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പിൽ 200 പേർ പങ്കെടുത്തു. പ്രസിഡന്റ് പ്രസന്നകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ KR നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ിൽ നടക്കുന്ന ഇഫ്താർ സംഗമത്തിൽ കുവൈത്തിലെ മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പരിപാടിയുടെ ഫ്ലയർ മുസ്തഫ കാരിയും ജിയാഷ് അബ്ദുൽ കരീമും ചേർന്ന് പ്രകാശനം ചെയ്തു. സാലി നജ്മി, യൂസുഫുൽ ഹാദി എന്നിവർ സന്നിഹിതരായിരുന്നു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈറ്റ് സ്റ്റാർ ഫുഡ് സ്റ്റഫ് കമ്പനി ലിമിറ്റഡിന്റെ സൗദിയിലെ ആദ്യത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റിന് തുടക്കമായി. സൗദിയിലെ ഫായിലിലാണ് പുതിയ സംരംഭം. വൈറ്റ് സ്റ്റാർ ഫുഡ് സ്റ്റഫ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഭക്ഷ്യമേഖലയിലെ ഗവേഷണം, നിർമ്മാണം, വിപണനം എന്നീ മേഖലകളിലായിരിക്കും പ്രവർത്തിക്കുക. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈറ്റ് സ്റ്റാർ ഫുഡ് സ്റ്റഫ്സ് കമ്പനിയുടെ കീഴിലാണ് പുതിയ സംരംഭം. വൈറ്റ് സ്റ്റാർ ഫുഡ് സ്റ്റഫ് എന്ന പേരിലാണ് പുതിയ ഔട്ട്ലെറ്റ്. സൗദിയിലെ കമ്പനിയുടെ ആദ്യത്തെ ഉദ്യമമാണിത്. نرحب بكم في شركة نجم أبيض التجارية وايت ستار في فرعها الأول على مستوى المملكة العربية السعودية لقطاع التجزئة في منطقة حائل في حي العزية شارع عمر بن الخطاب. أهلا وسهلا بكم. വിവിധ ബ്രാൻഡുകളുടെ ഇമ്പോർട്ടഡ് ഫുഡ് സ്റ്റഫ്സ്, കോൺഫെഷനറികൾ, ഹെൽത്ത് ഡ്രിങ്ക്സ്, പ്രോട്ടീൻ ബാർസ്, വിവിധതരം കോഫികൾ എന്നിവയായിരിക്കും പുതിയ ഔട്ട്ലെറ്റിൽ ലഭ്യമാവുക. UK, USA, യൂറോപ്പ്, തുർക്കി, മലേഷ്യ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങളായിരിക്കും ഇവിടെ ലഭിക്കുക. വില കുറഞ്ഞ രീതിയിൽ ഭക്ഷണങ്ങളിൽ കലർപ്പുകൾ ഉണ്ടാക്കുന്ന സിസ്റ്റം മാറ്റിയിട്ട് ബ്രാൻഡഡായ ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങളെ ആളുകളിലേക്ക് ചെറിയ വിലക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് ഈ ഔട്ട്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനാൽ അമിതവില ചൂഷണം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
ഹാഇലിൽ അലിയുബിൻ അബി താലിബ് റോഡിലെ ഇഷാറ മഹത്തയിലാണ് പുതിയ സംരംഭം. മാർക്കറ്റിലുള്ള ചൂഷണം ചെയ്തുള്ള കച്ചവടത്തിന് എതിരെ വളരെ വിലക്കുറവിൽ വിദേശ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ സൗദി മാർക്കറ്റിൽ ഞങ്ങളുടെ ഔട്ട്ലെറ്റുകൾ വഴി സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്തിച്ചു നൽകുന്നതാണ്. ഇന്ത്യ, UAE, ഖത്തർ, ബഹ്റൈൻ, മൊറോക്കോ, ഫ്രാൻസ് എന്നിവിടങ്ങളിലും കമ്പനിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. മീഡിയ 1, റിയാദ്.